കാശി കൈലാസ് കാശി കൈലാസ് റെഡിയാ ടൈമർ ഓണാക്കിയോ. അനകയും പ്രിയൻ നമ്മൾ പൊരിഞ്ഞ പോരാട്ടമാണ്. ഓണച്ചന്തകളെ ഇതെത്ര ബക്കറ്റ് ഇതെങ്ങനെ വടംവലി ടീമിന് കിട്ടിയ കൊലയാണ്. മതി. ഇതാണ് വടംവലി. അവര് നിന്നല്ല പിടിക്കുന്നത്, അവര് ഇരുന്നാണ് പിടിക്കുന്നത്. അങ്ങനെ പിടിക്കും. ഹേ ഗായ്സ്, അങ്ങനെ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. പരിപാടിയുടെ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം കാര്യങ്ങളൊക്കെ കിട്ടാത്തതുകൊണ്ട് അത് ഇന്നാണ് ഇരുന്ന് എഡിറ്റ് ചെയ്തത്. അപ്പോൾ അടിപൊളിയായിരുന്നു ഓണം. ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യം തകർത്തു. രണ്ട് സ്ഥലത്തായിട്ടാണ് ഓണപരിപാടി വെച്ചിരുന്നത്. അപ്പം നമ്മൾ രണ്ടിടത്തും പോയിട്ട് ഓണപരിപാടിയിൽ കാര്യങ്ങളൊക്കെ പങ്കെടുത്തു. പിന്നെ എന്നെ പിടിച്ച് വടംവലിയിലൊക്കെ ഇറങ്ങി. അപ്പോൾ അതൊക്കെ എന്താ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ പോയി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് നടന്നുകൊണ്ടിരുന്നത് സീനിയർ ഗേൾസിൻ്റെ വടംവലിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വടംവലി മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ടീമാണ് മത്സരിക്കുന്നത്. വാശിയേറിയ മത്സരം. ആക്രമണശാലയും വിജയിച്ചിരിക്കുന്നു. ജയിച്ചു അവര് ജയിച്ചു. അടിപൊളി കൈടി. നെക്സ്റ്റ് നമ്മുടെ ജൂനിയർ പയ്യന്മാരുടെ വടംവലിയാണ്. ഇതിലേത് ടീം ജയിക്കുമെന്ന് നിങ്ങളൊന്ന് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇവന്മാരെയൊക്കെ കണ്ടിട്ട്, ഈ സൈസുള്ളമാരെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഏത് ടീം ജയിക്കുമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. റഫറിയുടെ വിസിൽ കേട്ട ശേഷം മാത്രമേ പിടിക്കാവുള്ളൂ. മത്സരം ആരംഭിച്ചില്ലേ? കൈയടിച്ചൂടെ. വലിച്ചോ ഗൈസ്, അങ്ങനെ ഒരു എക്സ്പെക്ടേഷനും വെക്കാത്ത ഒരു ടീമായിരുന്നു ഈ കുഞ്ഞു പിള്ളേരുടേത്. അപ്പോൾ ഇവർ എന്നെ വലിച്ച് ജയിച്ചിരിക്കുന്നു ഗൈസ് ഫസ്റ്റ് റൗണ്ട്. അപ്പോൾ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് സെക്കൻഡ് റൗണ്ട് ആണ്. ഇതുകൂടി ഇവർ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജൂനിയർ പയ്യന്മാർ വിൻ ചെയ്യും ഗൈസ്. ശിവയുടെ ടീം വിജയിച്ചിരിക്കുകയാണ്. ശിവയും കിച്ചുവും ജിത്തുവും ഉണ്ണിക്കണ്ണനും ഇവിടെ നടന്ന അത്യന്തം ആവേശകരമായ മത്സരത്തിൽ അങ്ങനെ വടംവലി കഴിഞ്ഞ് നെക്സ്റ്റ് ഈ ഒരു പരിപാടിയായിരുന്നു. ഇതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ഈ രണ്ട് സൈഡിൽ കാണുന്ന ബോൾ പോയി എടുക്കണം, അതാണ് ടാസ്ക്. സംഭവം കോമഡി ആയിരുന്നു, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അത്യന്തം ആവേശകരമായ മത്സരം. കൊച്ചിന് മാറ്റിയെടുത്ത് ആരും പിടിക്കല്ലേ, തോർത്തിന് പിടിക്കല്ലേ. കൈയടിച്ചോട്. അശ്വിൻ മത്സരം ആരംഭിച്ചു. കൈയടിച്ചോട്. അശ്വിനെ ഒരു മയത്തിലൊക്കെ വേണ്ടടാ. അങ്ങനെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. വാശിയേറിയ മത്സരം ആരംഭിക്കും. പിച്ചിൽ കേട്ടിട്ട് മാത്രമേ പിടിക്കാവൂ. മത്സരം ആരംഭിച്ചു. ശിവ വിട്ടുകൊടുക്കരുത്. റെഡി, കയ്യോട്ട് പിടിക്കല്ലേ. കൈയടിച്ചൂടെ.
റെഡിയോ? തുടങ്ങാം. വേണ്ട വരാ വരാ വിട്ടോ വിട്ടോ. കേശു നോക്കി. അയ്യോ തുടങ്ങിക്കോ. മാങ്ങ ഇങ്ങേ കൊമ്പത്തൊരു മാങ്ങ ഹാനുവിട്ടി വീണില്ല പിറ്റേ ദിവസം കൊമ്പത്ത് അന്ന വന്നു കൊമ്പത്ത് തൊട്ടൊരുവാൻ കഴിച്ചപ്പോൾ മാങ്ങ വീണു താഴത്ത്. ഗൈസ്, അങ്ങനെ അടുത്തായിട്ട് നടക്കാൻ പോകുന്നത് വാൽപിടുത്ത മത്സരമാണ്. ഇതേപോലെ ഒരു റൗണ്ടൊക്കെ വരച്ചിട്ട് അതിനകത്ത് ഇതേപോലെ നിന്നിട്ട് വാല് മീൻസ് ആ ഒരു തോർത്ത് വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊരു അടിപൊളി ഫൺ ഗെയിമാണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. കൈയടിച്ചോ കൈയടിച്ചോ. ക്യാരപ്പിടി ക്യാരപ്പിടി. ഗോപു ഗോപു ക്യാരപ്പിടി. എടി അവളെ വലിയടി അപ്പോഴത്തേക്ക്. തോർത്ത മേടിച്ചോ. അനകയും പ്രിയയും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ്. അനക്കെ തന്ത്രപൂർവ്വം കളിച്ചാൽ പ്രിയയെ വാടി പിടിച്ചെടുക്കാം. തന്ത്രപൂർവ്വം കളിച്ചാൽ നേരത്തെ മത്സരത്തിൽ ലൈനിന്റെ വെളി പോവല്ലേ ശ്രദ്ധിച്ചോണം. അടിയല്ലേ ടൈമർ നോക്കിയോ. 2 മിനിറ്റ് തമ്മിലുള്ള വാശിയേറിയ വാൽപിടുത്ത മത്സരമാണ്. ടൈം ഇപ്പൊ കഴിയും മത്സരമാണ് നടക്കുന്നത്. ടൈം കഴിയും. കയറിപ്പിടി എടാ വേറെ എങ്ങും ആളല്ലേ. എടാ തോർത്തിൽ മാത്രമേ പിടിക്കാവൂ, വേറെ പിടിക്കല്. തോർത്തിൽ മാത്രം. അവർക്ക് തർക്കം വന്ന സ്ഥിതിക്ക് നമുക്ക് ഒന്ന് റിപ്ലൈ കണ്ടാലോ. അങ്ങനെ ഇവിടുത്തെ ഓൾമോസ്റ്റ് പ്രോഗ്രാംസ് ഒക്കെ കംപ്ലീറ്റ് ആയി. പതിവ് പോലെ ബക്കറ്റും കന്നാസും കാര്യങ്ങളൊക്കെ സമ്മാനത്തിനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്ഥലത്ത് നമ്മുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. അടുത്തത് ലേഡീസിന്റെ വടംവലി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എ ടീമും ബി ടീമും. കുറച്ച് ലൈറ്റിന്റെ പ്രശ്നങ്ങളുണ്ട്, എല്ലാവരും ക്ഷമിക്കാം. ഈ സൈഡാണ് കോച്ചിങ് ഒക്കെ ഉള്ള എന്തരാവും എന്തോ. ചെരുപ്പിടണോ എടാ, ചെരുപ്പ് ഇടണോ പണിയാവും. കുറച്ച് ബാക്കിലോട്ട് എടാ, കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങിയോടാ. നമ്മളെടുക്കും. എല്ലാടാ ഫിറ്റ്. ഫ്ലാഷ് ഇട്ടോ. എടാ പിടിക്കാതെ അതിനൊരു ഗ്രിപ്പ് ഇട്ടല്ലോ.
വിട്ടുപിടിക്കല്ലേ, പിടിച്ചെടുത്തിക്കോ. വിവാഹിതരും തമ്മിലുള്ള വളരെ വാശിയേറിയ മത്സരം ആരംഭിക്കാൻ പോകുന്നു. പിടിക്കണമെന്നില്ല, സകല റെസ്റ്റൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് മതി. ഞാൻ നോക്കൂ, ഇതാണ് വടംവലി. അവര് നിന്നല്ല പിടിക്കുന്നത്, അവര് ഇരുന്നാണ് പിടിക്കണം. കണ്ടാ, അവരിതാ കണ്ട ഇരുന്നാണ് പിടിക്കണം. മറ്റവരെല്ലാം ഇവിടെ ഇരുന്നാക്കണം. വേറെ നമ്പർ ഉണ്ട് കേട്ടാ. ആ വിസിലായില്ല. മോഹനം ശ്രദ്ധിക്കുക. ഇതാണ് മത്സരം. വിട്ടുകൊടുക്കുന്നില്ല, എന്തൊരു മത്സരം നോക്കൂ. മാങ്കുഴി മനു അരുൺ പിച്ചു ടീം വിജയിച്ചിരിക്കുകയാണ്. വടംവലി മത്സരത്തിൽ മനു, പിച്ചു, അരുൺ. വടംവലി ടീമിന് കിട്ടിയ കൊലയാണ്. എടുത്തോ ഗൈസ്. ഈ കാണുന്നത് ഓണച്ചന്തയും കാര്യങ്ങളൊന്നും അല്ല, ഇവർക്ക് കിട്ടിയ പ്രൈസ് ആണ്. ഇതെന്തോ നടക്കി. ഇതെത്ര ബക്കറ്റ് എങ്ങനെ, ഇതെങ്ങനെ പരിപാടി ഉണ്ടായിട്ട് ഇവിടെ വന്ന് നിന്ന് പിരി പോലും തരാതെ വാങ്ങിച്ചോണ്ട് പോയതാണ്. അപ്പൊ നമ്മള് കൂലി വാങ്ങിക്കുന്നതാണ്. അങ്ങനെ സമ്മാനദാനവും ഏകദേശം പരിപാടികളെല്ലാം എൻഡ് ആയപ്പോഴത്തേക്കും നമ്മുടെ ടീം ഭൈരവി അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയാണ് നെക്സ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. പിന്നെ പാട്ട് കോപ്പിറൈറ്റ് കിട്ടണ കാരണം അധികം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, വേദാന്തമതിൽ അധരമുതിരും വിളിയിലണിയും